ഇതാ നിന്റെ അമ്മ. എൻ്റെയും യേശുവിൻ്റെയും അമ്മയെ അടുത്തറിയാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 1929 ബ്രസീലിൽ ജീവിച്ചിരുന്ന സിസ്റ്റർ അമാലിയ പഞ്ചക്ഷതധാരിയായ സിസ്റ്ററിന് നൽകപ്പെട്ട പ്രാർത്ഥനയാണ് രക്തക്കണ്ണീരിൻ്റെ ജപമാല. ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെയും ഇത് പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും പിശാച് ഓടി അകലുമെന്ന് ഒരു വലിയ വാഗ്ദാനവും നൽകപ്പെട്ടിട്ടുണ്ട്. ഈശോ നമ്മോട് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ അമ്മയുടെ രക്തക്കണ്ണീരിൻ ജപമാലയിലൂടെ എന്തു കാര്യം ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് സാധിച്ചു തരും. നോക്കൂ, പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ് നമ്മളിവിടെ കാണുക. മാതൃസ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഈ ഗാനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. എൻ്റെ നല്ല അമ്മേ മാതാവേ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത എൻ്റെ അമ്മേ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുവരണമേ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. പിതാവ് ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ കന്യകാമറിയമേ, ഞാനും ത്രിത്വത്തിൻ്റെ വാസഗേഹമാകാൻ പ്രാർത്ഥിക്കണമേ.
പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ നിർമ്മല സ്നേഹത്തിലേക്ക് ഹൃദയം ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ സ്നേഹനാഥയായി, അവിടുത്തെ സ്നേഹാംബികയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. നാഥ, ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, തിരുവചനം ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങിയ നാഥേ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും അമ്മയുടെ സ്നേഹാശ്വാസവും സ്നേഹവാത്സല്യവും സ്നേഹസാന്ത്വനവും പകർന്നും കൂടെ ആയിരിക്കണമേ. അമ്മ ഇപ്പോഴും മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സ്നേഹമടിത്തട്ടിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് നമുക്കായിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ തൻ്റെ പ്രിയ ശിഷ്യന് അമ്മയെ കൊടുത്ത്, അമ്മയ്ക്ക് പ്രിയ ശിഷ്യനെ മാനവകുലത്തെ മുഴുവൻ നൽകി ഈശോ ഒരു വലിയ വിൽപ്പത്രം എഴുതുകയാണ്. രക്തത്താൽ എഴുതിയ വിൽപ്പത്രമാണത്. രക്തത്താൽ എഴുതിയ വിൽപ്പത്രത്തിൽ എൻ്റെ കർത്താവ് കുറിച്ചു വച്ചു, എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹസമ്മാനം. എൻ്റെ അമ്മ ഇനി നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ. വിൽപ്പത്രം അതൊരു ഭാവനാപൂർണമാണ്. രക്തം കൊണ്ട് എഴുതിയൊരു വിൽപ്പത്രം, ഇതാ നിൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, അവിടെ മറ്റ് ശ്രദ്ധേയമായൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയെ നമുക്ക് നൽകി ഈശോ നമുക്ക് ഈ സ്നേഹസമ്മാനം നൽകി പറയുന്നതിൻ്റെ ഉൾപ്പൊരുൾ എന്താണെന്നറിയാമോ? മോനെ, ഇതാ നിനക്ക് എൻ്റെ അമ്മ. മോളെ, ഇതാ എൻ്റെ അമ്മയെ ഞാൻ തരുമോ, ഇതാ നിൻ്റെ അമ്മയാണ്, എടുത്തു എന്ന് പറഞ്ഞാൽ നിൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും വേദനയിലും ആകുലതയിലും ഉത്കണ്ഠയിലും നൊമ്പരങ്ങളിലൊക്കെ ഈ അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അതിനർത്ഥം. ഒരിക്കലും ഈ അമ്മ നിന്നെ തളർത്തിയല്ല. എത്ര ജീവിതത്തിൻ്റെ ഊഷരങ്ങളിലും ജീവിതത്തിൻ്റെ പ്രതികൂലതകളിൽ ഈ അമ്മ നിൻ്റെ കൂടെ നിൽക്കുന്ന ഈശോ പറഞ്ഞതിനൊരു ഉള്ളാർത്ഥം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ ആഴമുണ്ട്. അതിൽ യേശുവിൻ്റെ കുരിശ്, ആ കുരിശിനരികെയാണ് അമ്മയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അമ്മ നമുക്ക് നൽകുന്ന മാതൃക എന്താണെന്നറിയുമോ? മോനെ, മോളെ, നീ കുരിശോട് ചേർന്ന് നിൽക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കുരിശുകൾ എപ്പോഴും നമ്മളെ തേടി വരും. ഒന്ന് തീരുന്നതിന് മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. കുരിശിൻ്റെ വഴികൾ നമ്മൾ പറയുന്നത് പോലെ. എന്നാൽ അമ്മ പഠിപ്പിക്കുന്നു, കുരിശിനരികെ നിൽക്കുക, പതറരുത്, തളരരുത്, ഇടറരുത്. കുരിശോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ക്രൂശിതൻ്റെ വലിയ സാന്ത്വനവും ആ ക്രൂശിതൻ്റെ തിരുരക്തത്തിൻ്റെ ഒഴുക്കും ആ തിരുജലത്തിൻ്റെ കുളിപ്പിക്കലും നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ കർത്താവിൻ്റെ മുൾമുടിയും ഈ പരിഹാസവും ഈ കുരിശിൻ്റെ വഴികളൊക്കെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല രീതിയിൽ കടന്നു വരാം. സഹനങ്ങളില്ലാത്ത ജീവിതങ്ങളില്ലല്ലോ. എത്രമാത്രം ആ സഹനങ്ങളെ നമ്മൾ ഒരു പക്ഷേ ശാപവാക്കുകൾ പറഞ്ഞ്, പിറുപിറുക്കലോടെ, കുറ്റപ്പെടുത്തലോടെ, എന്തിനീ ജന്മമെന്ന് പറഞ്ഞ്, ചത്താമതി എന്ന് പറയുന്ന ചില വിശേഷണങ്ങളാലൊക്കെ നമ്മൾ ഈ ജീവിതത്തെ കാണുന്നുണ്ടല്ലോ. എന്നാൽ അമ്മ പഠിപ്പിക്കുന്നു, നീ തളരല്ലേ, നീ പതറല്ലേ, കുരിശിൻ്റെ വഴികളിൽ എൻ്റെ തിരുപുത്രൻ്റെ സ്നേഹചുംബനം നീ ഏറ്റുവാങ്ങ്, അവൻ നിന്നെ ഉത്ഥാന മഹത്വത്തിലേക്ക് നയിക്കും. പ്രിയമുള്ളവർ, ഓരോ കുരിശും അതിൽ നമ്മൾ സഹനത്തിൻ്റെ ഭാവത്തോടെ എൻ്റെ കർത്താവ് ഇതിനുള്ളിൽ, ഈ സഹനത്തിനുള്ളിൽ ഒരു വലിയ ഉത്ഥാന മഹത്വം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള ഉൾ ചിന്തയോടുകൂടി ആ ദിവ്യരഹസ്യ വഴികൾ നമ്മൾ യാത്ര ചെയ്യണം. ഒരനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. എൻ്റെ നാട്ടിൽ, ഞാൻ തൊടുപുഴക്കാരനാണ്. തൊടുപുഴയിൽ ഞാൻ ഇന്നും മറക്കാതെ ഒരു സഹോദരിയുടെ അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളൊക്കെ അവിടെ കൺവെൻഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ധ്യാനങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ പാട്ട് പാടിക്കൊണ്ടിരുന്നൊരു ചേച്ചിയുണ്ട്. മോളി ചേച്ചി എന്നാ പേര്.
ചേച്ചി നല്ല പാട്ടുകാരിയാണ്. ഒരു ദിവസം ഞാൻ അവിടെ അടുത്ത് തൊടുപുഴയിൽ ചാഴികാട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണിക്ക് കുർബാനയുണ്ട് അവിടെ. അപ്പോൾ ഞാനൊരു ദിവസം അവിടെ കുർബാനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മോളി ചേച്ചി ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ മോളി ചേച്ചി? തീരെ വയ്യ ബേബിച്ച, എന്നാന്നറിയില്ല, ഈ ദിവസങ്ങളിലൊക്കെ തീരെ വയ്യായിരുന്നു. ഞാൻ എന്ത് പറ്റി? വയറ്റിൽ ശക്തമായ വേദനയാണ്, ഡോക്ടറെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതിയാണ്. കൂടെ മോളി ചേച്ചിയുടെ ഭർത്താവ് ഉണ്ട്, മാത്യു. കുർബാന കഴിഞ്ഞു, ഞാൻ തിരിച്ചു വന്ന് അവരെ പിന്നെ കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മാത്തുച്ചാനെ കാണാനിടയായി. മാത്തുച്ചാൻ പറഞ്ഞു, ബേബിച്ച മോളിക്ക് ഇത്തിരി കോണ്ടക്കിലയുടെ പ്രശ്നം എന്ന് തോന്നുന്നു, ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റിസൾട്ട് അയച്ചിട്ടുണ്ടെന്നൊക്കെ, ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മോളി ചേച്ചിയെ കണ്ടു. ഒരു വല്ലാത്ത വിളർച്ച, ഒരു വല്ലാത്ത ദുഃഖഭാരമൊക്കെ ജീവിതത്തിൽ ആ ശരീരത്ത് അല്ലെങ്കിൽ ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്, ഒരു വല്ലാത്ത തളർച്ചയൊക്കെ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി? തളർച്ചയുണ്ടെങ്കിലും മെല്ലെ പുഞ്ചിരിച്ചോട് ചേച്ചി പറഞ്ഞു, റിസൾട്ട് കിട്ടി ബേബിച്ച. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അതേ, ഒന്നും പറയാനില്ല, കർത്താവ് ഈശോ ഒരു മുത്തം നൽകിയതാ. ഞാൻ ചോദിച്ചു, ഈശോ മുത്തം നൽകി, എന്താ പറയുന്നത്? റിസൾട്ട് കിട്ടി. ഞാൻ പറയുന്നില്ല, അത് ഞാൻ സഹിക്കും. ഞാൻ നോക്കിയപ്പോൾ മോളി ചേച്ചി കയ്യിൽ കൊന്ത ചുരുട്ടി പിടിച്ചിരിക്കുക. ഞാൻ പറ ചേച്ചി, എന്താ പറ്റിയത്? ബേബിച്ചിന് ഇത്ര അറിഞ്ഞാൽ മതി, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി പറ, എന്നോട് പറ. ചേച്ചി പറഞ്ഞു, ഈശോ ഒരു ഉമ്മ തന്നു, ഒരു ചുംബനം തന്നു, പക്ഷേ ബേബിച്ച മുൾമുടിയും വെച്ചോണ്ടാണ് ഈശോ എനിക്ക് ഉമ്മ തന്നത് എന്ന് പറഞ്ഞാൽ, മുൾമുടി ധരിച്ചുകൊണ്ട് തന്ന ചുംബനം. ഈശോ സ്നേഹിച്ച് ചുംബിച്ചതാണ്, പക്ഷേ മുൾമുടി കൊണ്ടു അത് വേദനയായി മാറുകയാണ്. ഉടനെ മാത്തുച്ചാൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, മോളിക്ക് ക്യാൻസറാണ്. പ്രിയമുള്ളവരെ, ഞാനും ഒരു വല്ലാതായി. എങ്കിലും ഞാൻ കണ്ടു, കൊന്ത മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നൽകിയ, ഈശോ നൽകിയ മുത്തമാണ് എൻ്റെ ഈ അവസ്ഥ, ഈ രോഗാവസ്ഥ എന്ന് ആശ്വസിക്കുവാൻ തക്കവിധം ആ ജപമാലയുടെ ഊർജ്ജ ചൂട്, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു വലിയ ബലപ്പെടുത്തൽ ആ സഹോദരിയിൽ, ആ മോളി ചേച്ചിയിൽ ബലമായി നിറഞ്ഞു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്താണെങ്കിലും പിന്നീട് ആ മോളി ചേച്ചിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഒരു കൊച്ചു ഗാനം ഇങ്ങനെ കുറിച്ചു. ആ പാട്ടിങ്ങനെയാണ്: മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. പ്രിയമുള്ളവരെ, സഹനം ഒരിക്കലും നഷ്ടമല്ല, അത് ലാഭകരമാണെന്ന് എത്രയോ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഒരു മാതൃക കാണുന്നത് പരിശുദ്ധ മറിയമാണ്. തളരാതെ പതറാതെ ധീരമായി ഈ പുത്രനെ നയിക്കുന്ന അമ്മ. കുരിശിൻ്റെ വഴികളിൽ നമ്മൾ കാണുന്നില്ലേ, വഴിയിൽ കരഞ്ഞു നിന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി, സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കൂരമ്പു താണിറങ്ങി. ആരോടു നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കഥന പെരുങ്കടലേ. അതെ പ്രിയമുള്ളവരെ, ഒരു കഥന പെരുങ്കടൽ തന്നെയുണ്ട് ഉള്ളിൽ. എങ്കിലും
ഈ അമ്മ നിലകൊള്ളുകയാ. മോനെ, കാൽവരിയുണ്ടടാ, മരക്കുരിശുണ്ടടാ, ക്രൂശീകരണമുണ്ടടാ, നിന്ദനയും പരിഹാസവും പാഴ്വാക്കും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഉണ്ട് കുഞ്ഞേ. പക്ഷേ ദൈവഹിതം മോനെ, നീ തൂങ്ങണം, ദൈവഹിതം നിറവേറ്റണം. അങ്ങനെ ലോകത്തിന് പാപികളായ മക്കളെ വീണ്ടെടുക്കാൻ ഇത് ദൈവഹിതമാണ്. സഹോദരങ്ങളെ, ഓരോ സഹനത്തിൻ്റെ വഴികളും നമ്മൾ കർത്താവിൽ അഭയം തേടുവാൻ അമ്മ സഹായമായി നിലകൊള്ളും. അമ്മ സഹായമായി നിലകൊള്ളും. അരുമസുതൻ്റെ മേനി മാതാവു മടിയിൽ കിടത്തിയിടുന്നു, അലയാഴി പോലെ നാഥേ നിൻ ദുഃഖം അതിരു കാണാത്തതല്ലോ. അലയാഴി പോലെ അതിരു കാണാത്ത ദുഃഖം പേറിയ ആ മോനെ മടിയിൽ അമ്മ കിടത്തുന്നത്. ഈ അമ്മ നമ്മളെ മടി കിടത്തും. പ്രിയമുള്ളവരെ, അമ്മ കൈവിടുകയല്ല. നിൻ്റെയും എൻ്റെയും ദുഃഖം എത്ര ഘോരഘോരമായ തളർച്ചയുടെ നിറവിലേക്ക് നയിച്ചാലും തിരിച്ചറിഞ്ഞുകൊള്ളുക, അമ്മ കൂടെയുണ്ടെങ്കിൽ അമ്മ ബലപ്പെടുത്തും. കുരിശിൻ്റെ വഴികളിൽ നിന്ദനത്തിൻ്റെ ഞാങ്ങണ പിടിച്ച്, പരിഹാസത്തിൻ്റെ മുൾമുടി ധരിച്ച്, കാർക്കിച്ച് തുപ്പലേക്കുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുത്തി കറിവേപ്പിലയായി പടിയിറക്കി വിടുമ്പോൾ നീ തളരല്ലേ. അരുമസുതനെ മടിയിൽ കിടത്തിയ ഒരമ്മയുണ്ടെന്ന് മറക്കല്ലേ. അമ്മ കൂടെയുണ്ട്. അമ്മ കരം പിടിക്കും. അമ്മ ബലപ്പെടുത്തും. അമ്മ മാറോട് ചേർക്കും. അമ്മ നന്മ നിറഞ്ഞ പാതയിൽ നയിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിനരികെ അമ്മയുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയത് എല്ലാം നല്ലത് തന്നെയാണ്. ദൈവം തരുന്നതൊന്നും മോശമല്ല. ദൈവം തരുന്നതൊന്നും നഷ്ടമല്ല. ദൈവം സർവജ്ഞനാണല്ലോ, അവിടത്തേക്ക് തെറ്റ് പറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കും, ഇയാൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ കെട്ടിയവനെ കിട്ടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ കെട്ടിയവളെ കിട്ടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ ഇടവകയിൽ ഈ അച്ഛൻ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ 100 കൂട്ടം പരാതി പറഞ്ഞ് കുരിശുകളായി കണ്ട് ഇതൊന്ന് നീങ്ങിപ്പോയായിരുന്നെങ്കിൽ എന്ന് ശപിക്കുമ്പോൾ ഓർക്കണം, കുരിശ് പൂക്കുന്ന കാലം വരും. പ്രിയമുള്ളവരെ, മഹത്വത്തിൻ്റെ ഉണർവിലേക്ക് കുരിശ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് കുരിശിനരികെയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ഓരോ മക്കളുടെയും സ്ഥാനമെന്ന് മാതൃകയായി അമ്മ പഠിപ്പിക്കുകയാണ്. ഓർക്കുക, ദൈവത്തിന് തെറ്റുപറ്റിയല്ല നിനക്കൊരു ജീവിത പങ്കാളിയെ നൽകിയത്. ദൈവത്തിന് തെറ്റുപറ്റിയല്ല ഒരു മകനെ നൽകിയത്, മകളെ നൽകിയത്. ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു. അതെ, ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ. ആരെയും പഴിക്കല്ലേ, ആരെയും വിധിക്കല്ലേ, ആരെയും കുറ്റപ്പെടുത്തല്ലേ, ആരെയും പെറുപെറുപ്പോടെ ശാപവാക്കുകൾ പറഞ്ഞ് പടിയിറക്കി വിടല്ലേ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ നിറയ്ക്കുന്നവനാ. ദൈവം കൂടെ നിൽക്കുന്നവനാ. ദൈവം തള്ളിക്കളയുന്നവനല്ലല്ലോ. ഒപ്പം അതിന് ശക്തി പകരുവാൻ പ്രേരക ശക്തിയായി പരിശുദ്ധ അമ്മയുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. നമുക്ക് തിരിച്ചറിയാം, നിൻ്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിൻ്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മിസ്റ്റിക്കായി ജീവിച്ച കാറ്റലീനയോട് പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരുവൻ ദൈവത്തിന് മുൻപിൽ ഏറ്റവും ശക്തനായിത്തീരുന്നത് അവിടുത്തെ മുൻപിൽ മുട്ടുമടക്കുമ്പോഴാണ്.
വചനത്തിന് മാംസം ധരിക്കാൻ തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധി അമ്മ പിതാവായ ദൈവത്തിന് മുൻപിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് അനവരതം പ്രാർത്ഥിക്കുകയാണ്. നിർമ്മലയായ അമ്മയുടെ മാതൃസ്നേഹവും വാത്സല്യവും അതിൻ്റെ ചൂടും അനുഭവിക്കാൻ ഈ ഗാനം നമ്മളെ സഹായിക്കട്ടെ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. സുഹൃതങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, പകലിന് ചേർന്ന വിധം വ്യാപരിക്കാൻ എൻ്റെ പാദങ്ങളെ ബലമുള്ളതാക്കി തീർക്കാൻ എൻ്റെ കരം പിടിച്ച് നയിക്കണമേ. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൻ പനിനീർപ്പു പോലെ നീർച്ചാലിനരികിൽ ലില്ലി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഉദയനക്ഷത്രമായ പരിശുദ്ധ മറിയമേ, മലരിയുയർത്തിയ ദീപം പോലെ എന്നെ വളർത്തണമേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ചുടുവേനലിൽ ലബനോന്റെ മണ്ണിലെ പച്ചപ്പ് പോലെ ധൂപകലശത്തിൽ പുകയും നറുസുഗന്ധദ്രവ്യം പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ
ഓ മാതേ മറിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദൈവം. സുഹൃതങ്ങളുടെ വിളനിലമായ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയോട് ചേർന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. പ്രസാദവരപൂർണയായ മറിയമേ, വരപ്രസാദത്തിൽ എന്നെ വളർത്തണമേ. പ്രസാദവരപൂർണയായ മറിയമേ, വരപ്രസാദത്തിൽ എന്നെ വളർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസാദവരപൂർണയായ പരിശുദ്ധ മറിയമേ, വരപ്രസാദത്തിൽ എന്നെ വളർത്തണമേ.